ഹലോ ഗൈസ്, അപ്പോൾ വെൻഡോസിലാണ് നിൽക്കുന്നത്. വെൻഡോസിൽ നിന്ന് നിന്നിട്ടാണ് എനിക്ക് കഥകളൊക്കെ ഇത്ര നേരം സംസാരിക്കാൻ പോണത്. അപ്പോൾ ഗൈസ് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഞാൻ റീൽസ് പോലെ ഇടാം, കാരണം വെറുതെ ഇട്ട് സീനാക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ നല്ല സ്ഥലമുണ്ട്, ഫാമിലിയായിട്ടും കപ്പിളായിട്ടും ഒക്കെ വരാൻ പറ്റിയ, ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ ഏരിയയാണ്. കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ റീൽസായിട്ട് ഇടുന്നത്, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോകാം ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ വെൻഡോസിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ക്യാമറ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ട്രിപ്പ്. പിന്നെ ട്രിപ്പ് എന്താണ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. ഞാനതിന് പറയാനും മുമ്പ് ഇത് കണ്ട ഇവിടെ നിന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഇത് ഒരു ടെൻറ്റ് മുകളിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കാണുന്നത്. ഒരു 2ാം നിലയിൽ ടെൻറ്റ് കൊണ്ടുവന്ന സെറ്റപ്പ്. അങ്ങനത്തെ സെറ്റപ്പ് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു സെറ്റപ്പാണ്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ ഇവിടെ വന്നേക്കാം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് വർക്കായി കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റപ്പായി ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമല്ലോ ഒരു ഷോട്ടുകളൊക്കെ, നല്ല ഷോട്ടുകൾ എടുക്കാൻ നേരത്ത് നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. കാരണം മെയിനായിട്ട് എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഷോട്ടുകൾ എടുക്കുക. നിൽക്കട്ടെ ഒരു മിനിറ്റ്, കയ്യാനങ്ങനെ എടുക്കണം, ഗിംബിൾ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പം ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സെബിലാണ് എൻ്റെ മെയിൻ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സെബിൽ ഇങ്ങനെ ഓരോ ട്രിപ്പ് പോകുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ട്രിപ്പ് പോകാൻ സമയമില്ല. ഞാൻ ഇന്നലെ രാത്രി അൻസാറിന് ഒരു 10-40 ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്തു. കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം. അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് കൊടുത്ത്, അത് കഴിഞ്ഞ് അടുത്ത ദിവസം, അതായത് ഇന്ന് രാത്രി തന്നെ വിഷ്ണു ശ്രുതിയുടെയും കൊച്ചിൻ്റെയും ബർത്ത്ഡേ ആണ്. അൻസാറ് രുക്സാനയുടെ കൊച്ചിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ 2 ബർത്ത്ഡേയും ഷൂട്ട് എടുത്ത് ഫുൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്ത്, അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് സെബിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സെബിൽ ഞാൻ ഇല്ലടാ, എനിക്ക് അടുത്ത ദിവസങ്ങൾ വർക്കാണ്. കാരണം ഈ മാസം നല്ല രീതിയിലുള്ള വർക്കുകൾ വന്നത് നമ്മുടെ പിള്ളേരുടെ സപ്പോർട്ടുകളും കാര്യങ്ങളും കൊണ്ടാണ്. കാരണം എനിക്ക് തോന്നുന്നത് മറ്റൊരാൾക്ക് വർക്ക് കൊടുക്കണം എന്നുള്ളത് ആശിക്കാനും വർക്ക് കൊടുക്കാമെന്ന് അങ്ങനെ കുറേ പേര് വർക്ക് തന്നെവരുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ, അതായത് ഏതൊരു ഫോട്ടോഗ്രാഫറിനും വീഡിയോഗ്രാഫറിനും വേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. അതുകൂടാതെ നമ്മൾ ഈ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും പറ്റിയാൽ അപ്പം തന്നെ നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സീനാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് പോകും. പക്ഷെ ചിലപ്പോൾ കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസും വീഡിയോസും ആയിരിക്കും. പക്ഷെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അതിന് വാല്യൂ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം ഞാൻ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എന്ന് വെച്ചാൽ പട്ടയെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ ഇവരിൽ നിന്നും എന്തെങ്കിലും ബാഡ് എന്ന് വെച്ചാൽ, അവർക്ക് ഏറ്റവും സൂപ്പറായിട്ട് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ആ ദിവസത്തെ കാര്യങ്ങൾ ആ ദിവസം സ്റ്റോറി ഇടണം. ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഇടുക എന്നാണ്. അപ്പോൾ സ്റ്റോറികൾ ഇട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് എൻ്റെ ക്യാമറ എന്നോട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ക്യാമറ വരാനുള്ള മെയിൻ കാര്യങ്ങൾ അറിയാമല്ലോ. ഒന്ന് നമ്മുടെ പെങ്കൊച്ചിൻ്റെ മീൻസ് എനിക്ക് ചെറിയ സോറി ഒരു ലൈൻ ഉണ്ട്, ഞാൻ അങ്ങനെ ആരെയും കാണിച്ചിട്ടില്ല. എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ നടക്കുന്ന കുറേ വീഡിയോസൊക്കെ ചെയ്യെങ്കിലും നമ്മുടെ മുത്താണ്. അപ്പോൾ ആ കൊച്ചു കാരണം കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ റൂള് മാറ്റിയത്. എന്ന് വെച്ചാൽ, ഞാനൊരു മാസത്തിൽ 1-2 വർക്ക് എടുത്താൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ശരിയാവില്ല. കാരണം കുറച്ച് നാളും കൂടി ഉള്ളു നമ്മുടെ ഈ അടിച്ചു പൊളിക്കലൊക്കെ. പിന്നെ നമ്മൊന്ന് സെറ്റിൽ ആവണം. അത് ഞാനെന്നല്ല ഏതൊരു വ്യക്തിയും. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ സിംഗിളായിട്ട് അടിച്ചു പൊളിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാനിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്, അത് ലവർ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ നടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള സംസാരം എന്ന് വെച്ചാൽ, മൂന്നാമത് ഒരാളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല. അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത്ര ദൂരെ പോയിരിക്കേണ്ട കാര്യമില്ല, ഞാൻ ഈ ഷോട്ട് എടുത്ത് അവിടത്തോളം പോയതാണ്ട. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ മെയിൻ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ളത് ഇവിടെ നിന്ന് തന്നെ പറയാം കാര്യങ്ങൾ. ഇതാണ് സംഭവം. അപ്പം കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫേഴ്സും ഒരുപാട് പിള്ളേരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ, എല്ലാവരും വർക്ക് എടുക്കലും പ്രത്യേകിച്ച് ഒരുപാട് പേരുണ്ട് കേട്ടോ, തന്നെ ഒരുപാട് പേരുണ്ട്, തരാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ തരാത്തവരോട് സത്യം പറഞ്ഞാൽ നമുക്ക് വെറുപ്പ് തോന്നുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പെട്ടെന്ന് അവരുടെ തല്ലുപിടിക്കും. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ്. കാരണം തല്ലുപിടിച്ചത് ഒരുപക്ഷെ നല്ലതാണോ എന്ന് വെച്ചാൽ, എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നല്ലതാണ്. കാരണം എനിക്കൊരു മാറ്റം എനിക്ക് വന്നു തുടങ്ങി എന്നുള്ളൊരു കാരണം ഇനി 2025 നന്നാവും എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഓൾറെഡി ഞാൻ 2024 ഏകദേശം, നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛനമ്മമാർ പറയാറുണ്ട്, നമ്മൾ ഒരു കൈത്തൊഴിൽ പഠിച്ചു വെക്കുക എന്ന്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനൊരു സംഭവം ഉണ്ട്. ഞാൻ ഒരുപാട് വർക്കല്ല, കൂലിപ്പണി, ടൈൽസിൻ്റെ പണി, അങ്ങനെ ഒരു ഇഷ്ടംമാതിരി പണി ഞാൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതിൽ നിന്നും ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് റീൽസ് ആയിക്കോട്ടെ, ഒരു കുഞ്ഞു കാറിൻ്റെ വ്ളോഗ് ആയിക്കോട്ടെ, ചെറിയ ട്രിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാച്ചിൻ്റെ പരിപാടിക്ക് ചായ, എന്താണെങ്കിലും ചെറിയ വ്ളോഗ്, ചെറിയ ഷോർട്ട് വീഡിയോസ്, ബർത്ത്ഡേ പരിപാടികൾ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ, എനിക്ക് ഈ നവംബറിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബർത്ത്ഡേ പരിപാടികളാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര ഹാപ്പിയാണ് ഞാനിപ്പം. മനസ്സിലായി.
അത്ര ഹാപ്പി എന്ന് വെച്ചാൽ നോക്കി വിശാലമായിട്ട് ഇങ്ങനെ കിടക്കി. ഇത് കാണിച്ചു തരാൻ തോന്നുന്നു എനിക്ക് വീണ്ടും വീണ്ടും. അതോ ഞാൻ ഇത് കാണിച്ചത് ഇത് കണ്ട നോക്കിയേ, നല്ല രസം. അങ്ങോട്ട് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് സംഭവം ഉണ്ടാകും. അടുത്ത ഈ ക്യാമറ ഇരിക്കട്ടെ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു വെറൈറ്റിയാണ് സത്യം പറഞ്ഞാൽ, മനസ്സിലായത്. ഇതൊക്കെ നോക്കി ഇത് കണ്ട, കുറച്ച് എന്താ പറയുക വെറൈറ്റി ആയിട്ട് സ്ഥലം. ഇതിൻ്റെ പുറകിൽ എ ഫ്രെയിമുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. എനിക്ക് പറയാനുള്ളത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ വർക്ക് എടുത്താലും, ഇപ്പം ഞാൻ മാക്സിമം വർക്ക് എടുക്കാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഡാത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, അതായത് എൻ്റെ പെങ്കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് വർക്ക് എടുക്ക്, നീ 1-2 വർക്ക് എടുക്കണം എന്നുള്ളത്. 1-2 വർക്ക് എടുത്താലും ഒരുപാട് വർക്ക് എടുത്താലും നമ്മൾ വർക്ക് എടുത്ത് നമ്മുടെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ പൈസ ഉണ്ടാക്കണം. ഇത് കണ്ട ഇതേപോലത്തെ കുറേ റൂംസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഇന്നൊരു വേറെ ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ ക്യാമറ എടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു വ്ളോഗ് എടുത്തില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പറയാനുള്ള കാര്യം മാക്സിമം വർക്കൊക്കെ എടുക്കാതെ. എൻ്റെ ഫ്രണ്ട് സെബിൽ വന്നുകൊണ്ടിരിക്കുന്നു പാവം. എല്ലാ കാര്യങ്ങളും എടുത്തിടാ, എല്ലാ ഷോർട്ട് വീഡിയോ എടുത്തിട്ടാ. ഷോർട്ട് വീഡിയോ മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു നീ കാരണം കൊണ്ടാണ് എനിക്ക് മാക്സിമം ട്രിപ്പ് പോകാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒറ്റ ഷോർട്ട് വീഡിയോ, അതായത് ഒറ്റ ലോങ് വീഡിയോ, കട്ടിങ് ഒന്നുമില്ല. ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ട് ഞാൻ ഫുൾ വീഡിയോ ഇങ്ങനെ പറഞ്ഞു. ചെക്കൻ ഉറങ്ങി പ്രകാശ്, എൻ്റെ അമ്മോ മാസം സാധനം ഇരിക്കണണ്ട അവിടെ മാസം സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യാൻ സമയമായി. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എന്ത് പരിപാടിയാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആത്മാർത്ഥത്തോട്ട് ചെയ്യുക, അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ദ ലൈഫ്. അപ്പം ഗൈസ് അങ്ങനെ ഒരുപാട് നമുക്ക് वो भी ब्लॉगिंग करता है. വെരി ഗുഡ് വെരി ഗുഡ്. ഓ ഉദർ സെ പഹലെ തോ സമ്മർ മാരം. ഇത് നമ്മുടെ ഇവിടെ ഗുജറാത്തിൽ നിന്ന് വന്നേക്കുന്ന കൊച്ചാണ്. അവിടെ ഒരു റേഞ്ച് റോവർ കിടപ്പുണ്ട് അവിടെ എന്നുള്ളൊരു കൊച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കാര്യങ്ങൾ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഒറ്റ വീഡിയോയിൽ മാത്രം ഒതുക്കി തീർക്കുകയാണ്. കാരണം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് വ്ളോഗ് ചെയ്ത് വീണ്ടും വന്നത്. അപ്പോൾ താങ്ക് യു സെബിൽ, താങ്ക് യു പ്രകാശ്, എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം പെട്ടെന്ന് വർക്കിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ലാഞ്ഞിട്ട് പോലും നമുക്ക് ആറടുത്ത് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നേക്കാണ്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം, വർക്കൊക്കെ ഉണ്ടെന്ന് തരണം. അപ്പം താങ്ക് യു ഗൈസ്.